ഹായ് ഓൾ അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് നന്നായി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിനുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയാണ് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് പേസ്റ്റായി അരച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതാ ഒരു മീഡിയം സൈസ് സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ഒരു 5-8 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഈ പൊടിയൊന്ന് ചൂടാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിയിലൊക്കെ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കേട്ടോ ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ തക്കാളി ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടിയും ഉള്ളിയും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് നേരത്തെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നു. ആ വെള്ളവും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും കറിക്ക് ഇത്രയും വെള്ളം പോരാന്നുള്ളത് കൊണ്ട് നമ്മൾ ആ തക്കാളി അരച്ച ജാറിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അയില മാത്രമല്ല കേട്ടോ, ഏത് മീനും നമുക്ക് ഇതുപോലെ കറി വെക്കാം കേട്ടോ. എളുപ്പത്തിൽ, അല്ലാതെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി കുറേ സമയം കളയുന്നതിലും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. മീനിൻ്റെ കഷ്ണമൊക്കെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 കറിവേപ്പില തണ്ടും കൂടി വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയായി. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയായി കിട്ടും. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി പറഞ്ഞു തന്നല്ലേ. മീൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.